Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കട്ടിംഗ് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസും അതുപോലെ ഫ്രണ്ട് പീസിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പീസും ഇതുപോലെയാണ് എടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു നെക്കും അതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമുക്ക് 5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ള ഇതുപോലത്തെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്വശത്ത് നിന്ന് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 5.5 ഇഞ്ച് ലെങ്ത്തും ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിന് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു താഴ്വശം മുഴുവനായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ക്രോസ് പീസിനെ നമുക്കൊന്ന് അകത്തേക്കാക്കി വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ക്രോസ് പീസ് അകത്തേക്കാക്കി വെച്ചിട്ട് ആ പൈപ്പിങ്ങിൻ്റെ മുകളിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ചെറിയൊരു ഇഞ്ച് അളവിലുള്ള പൈപ്പിംഗ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് പൈപ്പിങ്ങിന് തട്ടാതെ പൈപ്പിംഗ് മുഴുവനായിട്ടൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ ബാക്ക് വശവും അതുപോലെ ഈ പീസിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൈറ്റിയുടെ സെൻട്രൽ ഭാഗത്ത് ഈ പീസിൻ്റെ സെൻട്രൽ വരുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഈ പീസിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ലെവൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് പീസ് നമുക്ക് നല്ല ലെവലിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഓരോ വശവും നമുക്ക് ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇഞ്ച് അവിടെ വിട്ടിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ, എന്നാലേ ഒരു വൃത്തി ഉണ്ടാവും. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് പൈപ്പിങ്ങിൻ്റെ ഭാഗവും ഈ ഫ്രണ്ട് പീസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പിങ്ങിൻ്റെ മുകളിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ പൈപ്പിങ്ങിനോട് അടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൻറ്ററിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നേർപകുതിയായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മടക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ ആം ഹോളിൻ്റെ ഭാഗവും എല്ലാം രണ്ടും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഒറ്റ മടക്ക് മടക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. സിബ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഈ സിബിൻ്റെ ഈ മുകൾ വശം അതൊന്ന് നമ്മുടെ ഭാഗത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടത് നമുക്ക് നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സിബ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നൈറ്റിയുടെ നമ്മൾ ആ കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ച ഭാഗവും സിബും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ മുകൾ വശത്തെ രണ്ട് നെക്കും ഒരേ രീതിയിൽ വരുന്നുണ്ടോയെന്നൊന്ന് പിടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമുക്ക് സിബ് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഇപ്പം നമുക്ക് നെക്ക് കറക്റ്റ് അളവിൽ നമ്മൾ സിബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു പീസ് ഒരു 10 ഇഞ്ച് നീളവും അതുപോലെ ഒരു 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ പീസ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ വശം ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ 10 ഇഞ്ച് മുഴുവനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ആ സിബ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇതിനെ ഒന്ന് മടക്കി അടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വശം എത്തുമ്പോൾ നമുക്കതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്കൊരു ബോക്സ് ഷേപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സിബ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്ഷനിൽ നെക്കും അതുപോലെ തന്നെ സിബും ഒക്കെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.